സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ മനോജിന് സ്വന്തം വീട്ടിലേക്ക് വരണമെന്ന് പോലുമില്ല. കാരണം ധനലക്ഷ്മിയുടെ ഓരോ കുത്തുവാക്കുകളും താൻ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾക്ക് എണ്ണി എണ്ണി പ്രായശ്ചിത്തം അനുഭവിക്കുന്നതിന് തുല്യമാണ്. അപ്പം ശ്രീനിവാസൻ പറയുന്നത് ഇന്ന് തന്നെ പോകണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല അച്ഛാ, ഇന്ന് തന്നെ പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് യാത്ര അയക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കയ്യിലേക്ക് പിടിക്കുമ്പം മനോജിൻ്റെ കൈ മൊത്തം പൊള്ളി മുറിഞ്ഞിരിക്കുന്നത് ശ്രീനിവാസൻ കാണാനിടയാകുന്നു. നീ വണ്ടി ഓടിക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് നിൻ്റെ കയ്യിനെന്താ ഇത്രയും മുറിവ്? സത്യം പറ മോനെ, നീ എന്ത് ജോലിക്കാണ് പോകുന്നതെന്ന് പറയുമ്പം മനോജാണെങ്കിൽ സത്യം പറയുന്നുണ്ട്. അതായത് വണ്ടി ഓടിക്കുമ്പം ഒരു 3-4 ട്രിപ്പ് മാത്രമേ കിട്ടൂ. ആ കിട്ടുന്ന പൈസ കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ആകില്ല. അതുകൊണ്ട് കുറച്ച് തടിയും മരവും കൂടി ചുമക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ശ്രീനിവാസന് അത് സഹിക്കാൻ പറ്റുന്നില്ല. ഭാരിച്ച പണിയൊന്നും ഏറ്റെടുക്കണ്ട, ആ പണി നിർത്തി പോരെന്നുള്ള രൂപത്തിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് ധനലക്ഷ്മിയാണെങ്കിൽ അവിടേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. എനിക്കൊരു മോനും ഈ വീട്ടിലെ ഇത്രയും ചിലവും കാര്യങ്ങളും ഉണ്ട്. അച്ഛനാണെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റത്തുമില്ല, പോകുന്നുമില്ല. അപ്പം കല്ല് ചുമന്നിട്ടോ മരം ചുമന്നിട്ടോ എങ്ങനെയായാലും വേണ്ടിയില്ല, പൈസ കൃത്യമായിട്ട് അയച്ചു തന്നാൽ മതി എന്ന് പറയുമ്പം ധനലക്ഷ്മിയുടെ ഈ വർത്തമാനം കേട്ടിട്ട് ശ്രീനിവാസന് സഹിക്കാൻ പറ്റുന്നില്ല. ദേ അച്ഛാ, ഞാൻ മര്യാദയ്ക്കൊരു കാര്യം പറയാം. അച്ഛൻ്റെ വർത്തമാനം കേട്ടിട്ട് ജോലി നിർത്തി മനോജ് ഇവിടെയെങ്ങാനും വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം എന്താണെന്ന് എല്ലാവരും അറിയാൻ പോകുന്നേ ഉള്ളെന്ന് പറഞ്ഞ് ധനലക്ഷ്മി ആണെങ്കിൽ ചൂട് പിടിച്ചങ്ങ് പോകുമ്പോഴത്തേക്കും ശ്രീനിവാസൻ വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. അപ്പം മനോജ് പറയുന്നു, അവളുടെ സ്വഭാവം അധികം താമസിക്കാതെ മാറും, കുറച്ച് സമയം കൊടുത്താൽ മതി എന്നല്ലേ പറയുന്നത്. അതങ്ങനെയൊന്നും മാറുന്ന സ്വഭാവമല്ല. അപ്പം ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് മനോജ് ആണെങ്കിൽ പോകുന്നു. ശ്രീനിവാസൻ എല്ലാം കൂടി ആലോചിച്ച് ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം ദേവ്ജിയെ കാണാൻ സാഗർ വരുന്നുണ്ട്. ദേവ്ജിയും സാഗറും കൂടി സംസാരിക്കുന്നത് സുജ കേട്ടതും പിന്നെ മോനും അച്ഛനും കൂടി ചേർന്ന് ബലരാമനെ കൊന്നു കുഴിച്ചു മൂടിയോ എന്ന് കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ച കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് ദേവ്ജിയായിട്ട് സാഗർ. അപ്പം ആകെ സഹിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ലെന്നും ഒന്ന് നെടുന്തൂണായിട്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും ഞാനെന്ന് പറയുന്ന മരം ചാഞ്ഞു വീഴും, പിന്നെ ഉടനെ ഒന്നും ഉയർത്തെണീക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ ദേവ്ജി ആണെങ്കിൽ ഒരു വിധത്തിൽ സമാധാനിപ്പിക്കുന്നു. നീ എൻ്റെ വീട്ടിൽ വന്ന ആ പയ്യനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാ അർത്ഥത്തിലും അവൻ തകർന്നിരിക്കുവാണ്. അവൻ പിടിച്ചു നിൽക്കുന്നില്ലേ, അതുപോലെ താനും പിടിച്ചു നിൽക്കണം. ഒരമ്മയ്ക്ക് തീർച്ചയായിട്ടും മക്കളെ മനസ്സിലാക്കാൻ പറ്റും. ബലരാമൻ സ്നേഹവും മനസാക്ഷിയുള്ളവനാ. അവന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. സത്യം എന്താണെന്ന് ബലരാമനെയും കൊണ്ടോ അല്ലെങ്കിൽ താനോ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പം ബലരാമനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് സാഗർ പറയുന്നുണ്ട്. താൻ വിഷമിക്കേണ്ട, അധികം താമസിക്കാതെ ബലരാമൻ വന്ന് സത്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും സുജ തന്നെ വന്ന് കൃഷിനെ കൂട്ടിക്കൊണ്ടു പോകും. ദേവ്ജിക്കറിയാമോ, കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാൻ ദേവ്ജിയോട് പറഞ്ഞിരുന്നത് എല്ലാ അർത്ഥത്തിലും ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവാനായ ഗൃഹസ്ഥൻ ഞാനാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. മത്സരിച്ച് സ്നേഹിക്കുന്ന മക്കൾ മാത്രമല്ല, എല്ലാം മനസ്സിലാക്കുന്ന ഒരു ഭാര്യ, എല്ലാ അർത്ഥത്തിലും ഞാൻ ഭാഗ്യവാനാണെന്ന് വിചാരിച്ചപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു സങ്കടം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് എൻ്റെ കുടുംബം തിരിച്ചു വേണം, കൃഷി കൂടെ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനത്തോടെ എൻ്റെ ഭാവി ജീവിച്ച് തീർക്കാൻ പറ്റുള്ളൂ എന്ന് സാഗർ വിഷമിക്കുന്ന സമയത്ത് ദേവ്ജി സമാധാനിപ്പിക്കുന്നു. എല്ലാ അർത്ഥത്തിലും പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു മാറും, താൻ വിഷമിക്കേണ്ട. ഇപ്പോഴത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളാണ്, അതൊക്കെ പെട്ടെന്ന് മാറി എല്ലാം ശരിയായിക്കോളും. പിന്നെ സുജയെ താൻ കണ്ട് സംസാരിക്കണം, അവളെ ആശ്വസിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് സാഗറിനെ പറഞ്ഞയക്കുന്നുണ്ട്. അതേസമയം ദേവ്ജിക്കും നല്ല ടെൻഷനുണ്ട്. എന്നാൽ കൺമണിയാണെങ്കിൽ കണ്ടറിഞ്ഞ് എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ക്ലീനിങ്ങിനും മറ്റു കാര്യങ്ങളിലും ഡിസൈനിൻ്റെ കാര്യങ്ങളിലായാലും അഭിപ്രായം പറയാൻ കൃഷിനെ വിളിക്കുന്ന സമയത്ത് കൃഷിന് മനസ്സിലാകുന്നു ഡിപ്രഷൻ അനുഭവിച്ചിരിക്കുന്ന ആ വ്യക്തികളെ ഒന്ന് ആക്റ്റീവാക്കി കഴിഞ്ഞാൽ അവർ അധികം ടെൻഷൻ അടിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് കൺമണി ഇങ്ങനെ പറയുന്നതെന്ന് ഏതോ ഒരു നോവൽ വായിച്ചപ്പോൾ മനസ്സിലായി. അത് വെച്ച് പറയുമ്പോഴത്തേക്കും സാർ ഇന്നലെ പറഞ്ഞിരുന്നുവല്ലോ, എന്തായാലും എല്ലാ അർത്ഥത്തിലും അച്ഛനും അമ്മയും ആരും ഇല്ലാത്ത എന്നെ ഉപേക്ഷിച്ച് കൺമണി പൊക്കോ, കൺമണി മിടുക്കിയായിട്ടുള്ളൊരു കുട്ടിയെ, നല്ലൊരു ഭാവിയുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. എന്നാൽ ഒരു കാരണവശാലും ഞാൻ സാറിനെ വിട്ടുപോകില്ല. സാറിൻ്റെ പണമോ കുടുംബമഹിമയോ ഒന്നും കണ്ടിട്ടല്ല ഞാൻ സാറിനെ സ്നേഹിച്ചത്, സാറിൻ്റെ മനസ്സ് കണ്ടിട്ടാണ്. ആ മനസ്സ് ഇപ്പോഴും കൈവിട്ടിട്ടില്ലെന്നുള്ള കാര്യം എനിക്കറിയാം. എനിക്ക് ആ മനസ്സ് മാത്രം മതി, അതിനപ്പുറം ഒന്നും ഞാൻ മോഹിക്കുന്നില്ല എന്ന് കൺമണി പറഞ്ഞ് കൃഷിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഒന്ന് കണ്ണ് മൂടിയിരുന്നാൽ തീരാവുന്ന എല്ലാ പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് പറയുന്ന സമയത്ത് കൃഷി ചോദിക്കുന്നു, കണ്ണ് മൂടിയിരുന്നാൽ അച്ഛനും അമ്മയും ഇല്ലാത്ത ആ ഒരു വിഷമം മാറ്റാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള മിക്ക പ്രശ്നങ്ങളും മാറ്റാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നത് കണ്ടിട്ട് കൺമണി നല്ല ഔചിത്യത്തോടെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് കൃഷിനെ പോസിറ്റീവാക്കി എടുക്കാൻ ശ്രമിക്കുന്നു. അതേസമയം ശ്രീനിവാസനാണെങ്കിൽ ദേവ്ജിയെ കാണാനായിട്ട് ദേവ്ജിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. കൃഷിയും കൺമണി അവിടെയല്ലേ, രാവിലെ തന്നെ കൺമണി വന്ന് കൃഷിനെ ആക്റ്റീവാക്കി എടുത്തിട്ടുണ്ട്. കൺമണി വളരെ മിടുക്കിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്.
ഞാൻ വിചാരിച്ചിട്ട് പോലും കൃഷിൻ്റെ സങ്കടം മാറ്റാൻ പറ്റുന്നില്ലായിരുന്നു. നല്ല യുക്തിപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അലികയിലായാൽ പോലും കൺമണി ഒറ്റ ഒരാളുടെ മിടുക്ക് കൊണ്ടാണ് ആ സ്ഥാപനം ഇത്രയും നല്ല ഗംഭീരമായിട്ട് പോകുന്നതെന്നൊക്കെ പറയുമ്പം ശ്രീനിവാസന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. പക്ഷേ ശ്രീനിവാസൻ്റെ മനസ്സിലൊരു സങ്കടമുണ്ട്. അതായത് തൻ്റെ കുടുംബത്തിൽ 100 കൂട്ടം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തുടർന്ന് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ 3 സഹോദരിമാർ അത് തന്നെ ഏറ്റവും വലിയൊരു ഭാരമാണ്. ആ ഒരു വിഷമത്തിൽ നിന്നൊക്കെ തൻ്റെ മകൾക്കെങ്കിലും നല്ലൊരു ഭാവി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിട്ട് അവളുടെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടെന്ന് പറയുമ്പം വിഷമങ്ങളില്ലാത്ത ആരുമില്ല. കൺമണിക്ക് നല്ല മിടുക്കിയായിട്ടുള്ളൊരു കുട്ടിയാണ്. അവൾ വിചാരിച്ച എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാവുന്നതേ ഉള്ളെന്നൊക്കെ ദേവ്ജി പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. മാത്രമല്ല ആ സമയത്ത് കൺമണിയെയും കൃഷിനെയും കാണാനായിട്ട് ശ്രീനിവാസനും ദേവ്ജിയും ചെല്ലുമ്പോഴത്തേക്കും ഇവരുടെ ഈ വരവ്, അതായത് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് അച്ഛനും കൂടി കാണുമെന്ന് വിചാരിച്ച് നല്ല ഗംഭീരമായിട്ട് സദ്യ ഒരുക്കാനായിട്ട് കൺമണി തീരുമാനിക്കുന്നു. അപ്പോൾ ഇവരെയും കൂടി കണ്ടപ്പോഴത്തേക്കും കൃഷിനൊരല്പം ആശ്വാസമാകുന്നു. ഇന്ന് ചിക്കൻ കറി തന്നെ വെച്ച് സാറിന് ഇഷ്ടമുള്ള രൂപത്തിൽ ഫുഡ് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും കൃഷിൻ്റെ മനസ്സിന് ഒരുപാട് ആശ്വാസമാണ് കൺമണിയുടെ ആ ഒരു സാമീപ്യം. അധികം താമസിക്കാതെ സുജ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൃഷിനെ കൂട്ടാനായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം.